അക്കാഡമിയുടെ അക്കൗണ്ടിംഗ് ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞ പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ടിൻ്റെ ബാലൻസ് ഞാൻ രാജമാഷ് വർഷങ്ങളോളം അക്കൗണ്ടൻസി പഠിപ്പിച്ച പരിചയസമ്പത്ത് എനിക്കുണ്ട്. പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ടിൽ ക്രെഡിറ്റ് സൈഡിൽ വരുന്ന ഐറ്റമാണ് ക്യാപിറ്റൽ അക്കൗണ്ട് വരയ്ക്കുമ്പോൾ 4 കോളം: പർട്ടിക്കുലേഴ്സ്, എമൗണ്ട്, again particulars, amount. ഫസ്റ്റ് ഇയറിൽ വ്യാപാരം ആരംഭിക്കുമ്പോൾ കൊണ്ടുവരുന്ന മൂലധനം ബൈ ക്യാഷ്. അടുത്ത വർഷമാകുമ്പോൾ ബൈ ക്യാഷിൻ്റെ സ്ഥാനത്ത് ബാലൻസ് ബ്രോട്ട് ഡൗൺ. ക്യാപിറ്റൽ അക്കൗണ്ടിൽ വരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഐറ്റമാണ് ബൈ ക്യാഷ് ഓർ ബാലൻസ് ബ്രോട്ട് ഡൗൺ. ദെൻ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ, മൂലധനത്തിന്മേൽ നിശ്ചിത നിരക്കിലുള്ള പലിശ കൊടുക്കുന്നു. റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ഗിവൺ ഇൻ ദ ക്വസ്റ്റ്യൻ. ദെൻ ബൈ സാലറി, ആക്റ്റീവ് പാർട്ട്ണർക്ക് സ്ഥാപനത്തിൽ നിന്ന് അനുവദിച്ചു കൊടുക്കുന്ന എമൗണ്ടാണ് സാലറി അല്ലെങ്കിൽ കമ്മീഷൻ. വർഷാവസാനം ലാഭം മുൻകൂട്ടി തീരുമാനിച്ചിരിക്കുന്ന റേഷ്യോയിൽ വീതം വയ്ക്കും. ഇൻ ദി ആബ്സെൻസ് ഓഫ് എഗ്രിമെൻറ്റ് പാർട്ട്നേഴ്സ് ഷെയർ പ്രോഫിറ്റ്സ് ആൻഡ് ലോസസ് ഈക്വലി. ദേ ആർ കോൾഡ് ഈക്വൽ പാർട്ട്നേഴ്സ്. പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ബ്രാക്കറ്റിൽ ഷെയർ ഓഫ് പ്രോഫിറ്റ്. ഇതാണ് ക്രെഡിറ്റ് സൈഡിൽ വരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഐറ്റം. ഇതിൽ കൂടുതൽ ഐറ്റംസ് സാധാരണഗതിയിൽ വരാറില്ല. ബൈ ക്യാഷ് ഓർ ബൈ ബാലൻസ്, ബൈ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ, ബൈ സാലറി, ബൈ കമ്മീഷൻ, ബൈ ഷെയർ ഓഫ് പ്രോഫിറ്റ്. ഡെബിറ്റ് സൈഡിൽ ടു ഡ്രോയിങ്സ്. Drawings means the amount withdrawn by the partners from the business for his private or personal or domestic purpose. Then to interest on drawings. ഇതാണ് ടോട്ടൽ 7 ഐറ്റംസ്. 5 ഐറ്റം ക്രെഡിറ്റ് സൈഡിൽ, 2 ഐറ്റം ഡെബിറ്റ് സൈഡിൽ. അക്കൗണ്ട് ബാലൻസ് ചെയ്തു, ടോട്ടൽ ചെയ്തു, difference, മിച്ചം. Usually the credit side exceeds the debit side.